ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് ജാനകി അമ്മയെ കാണുവാൻ വേണ്ടി ഒരുങ്ങി മനയിലേക്ക് പുറപ്പെടുന്ന രംഗമാണ്. പൊന്നു അപ്പോൾ ഹാളിലുണ്ട്. പൊന്നുവിന്റെ അരികിലേക്ക് വന്നിരുന്നു കൊണ്ട് മോളെ എന്ന് വിളിക്കുമ്പോൾ പൊന്നു ഒരു ചിരിയോടുകൂടി ചോദിക്കുകയാണ്, അമ്മ എവിടെ പോവുകയാണ്? പെട്ടെന്ന് ജാനകി പരിസരമൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം ശബ്ദം താഴ്ത്തി പറയുകയാണ്, മോളെ, അമ്മമ്മയെ ഒരു സ്ഥലത്താക്കിയിട്ടല്ലേ അമ്മ ഇങ്ങോട്ട് വന്നത്? ആ, അപ്പോഴേ അമ്മയെ കാണാതെ അമ്മമ്മ വിഷമിക്കില്ലേ? ആ അമ്മേ, പൊന്നുവിന് അവിടെ വന്ന് അമ്മമ്മയെ കാണാൻ പറ്റുമോ? മോളെ, ഇപ്പോൾ അമ്മ വീട്ടിലല്ല ഉള്ളത്, ഹോസ്പിറ്റലിലല്ലേ. അതുകൊണ്ട് മോൾക്ക് കുറച്ച് കഴിഞ്ഞു പോയി കാണാം. ശരി, പക്ഷേ അമ്മമ്മയ്ക്കൊപ്പം താമസിക്കാൻ പറ്റില്ല. അമ്മമ്മയുടെ ചികിത്സ നടക്കുകയല്ലേ. തുടർന്ന് ജാനകി വീട്ടുജോലിക്കാരിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. അവർ വരുമ്പോഴേക്കും പൊന്നുവിനോട് വീണ്ടും പറയുന്നുണ്ട് ജാനകി, അമ്മ എവിടെയാ പോയതെന്ന് ഇവിടെ ആരോടും പറയരുത് കേട്ടോ. പൊന്നു പറയില്ല. മഞ്ജു വന്നിട്ട് ചോദിക്കുകയാണ്, ജാനകി എവിടേക്കും പോകുന്നില്ല എന്നാണ് ഞാൻ കരുതിയത്. ആ അതെ, ബാങ്ക് വരെ ചെല്ലാൻ അബിയേട്ടൻ വിളിച്ചു പറഞ്ഞു. ഞാനൊന്ന് പോയിട്ട് വരാം. ഇത് പറയുന്നത് കേട്ടുകൊണ്ട് മുകളിലത്തെ നിലയിൽ നിന്നും പതിയെ താഴേക്ക് അപർണ വരുന്നുണ്ട്. 2 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി എത്തി നോക്കുകയാണ് ജാനകി അവർ. എന്നിട്ട് താൻ മനസ്സിൽ പറയുന്നുണ്ട്, അവള് പുറത്തേക്കാണല്ലോ പോകുന്നത്, ഇത് തന്നെയാണ് പറ്റിയ അവസരം. വീണ്ടും ജാനകി മഞ്ജുവിനോട് സംസാരിക്കുന്നതാണ് കാണുന്നത്. മഞ്ജു, ഞങ്ങൾ 2 പേരും ഇവിടെ ഇല്ല. പൊന്നുവിനെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, പുറത്തേക്കൊന്നും വിടരുത് കേട്ടോ. പൊന്നുവിനെ ഞാൻ നോക്കിക്കോളാം, ജാനകി പോയിട്ട് വാ. ഇത് പറഞ്ഞ് വീണ്ടും മഞ്ജു കിച്ചണിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ഈ കാഴ്ച നോക്കി നിന്നിട്ട് അപർണ പറയുകയാണ്, നീ ഇനി തിരിച്ചു വരില്ലടി, ഇത് നിന്റെ അവസാനത്തെ പോക്കായി ഞാൻ മാറ്റും. വീണ്ടും ജാനകി പൊന്നുവിനോട് പറയുകയാണ്, പൊന്നു, അമ്മ വരാൻ താമസിച്ചാൽ മോൾ പേടിക്കരുത് കേട്ടോ. ആ, അമ്മ വരുന്നതിന് മുമ്പ് അച്ഛൻ വരില്ലേ? ആ, അച്ഛൻ ഉടനെ വരും. അമ്മയ്ക്കൊപ്പം അച്ഛൻ വരുന്നില്ല. അപ്പോൾ വീണ്ടും അപർണ മുകളിൽ നിന്നുകൊണ്ട്, നീ വരുന്നേ ഇല്ലടി. തുടർന്ന് കാണുന്നത് ജാനകി പൊന്നുവിന് ഒരു ഉമ്മ കൊടുത്തിട്ട് അമ്മയുടെ അരികിലേക്ക് പോകുവാൻ വേണ്ടി ഇറങ്ങുന്ന കാഴ്ചയാണ്. ഇത് കണ്ടുകൊണ്ട് ഉടൻ തന്നെ അപർണ മുകളിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് തൻ്റെ ഫോൺ എടുത്തിട്ട് താൻ കൊടുത്ത കൊട്ടേഷൻകാരനെ വിളിച്ച് ഫോണിൽ പറയുകയാണ്, ജാനകി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ശരി മാഡം, ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. അതെ, ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് കരുതിക്കൂട്ടി ചെയ്തൊരു കൊലപാതകമാണെന്ന് ഒരിക്കലും തോന്നരുത്. മാഡം ഒരിക്കലും ടെൻഷൻ ആകണ്ട. ആ രീതിയിൽ തന്നെയാണ് ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ റോങ് സൈഡ് കയറി അവളുടെ നിയന്ത്രണം തെറ്റിക്കും. അവള് സ്വയം ആക്സിഡന്റ് ആവും. ബാക്കിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ നടന്നിരിക്കും. ശരി, അത് സ്വാഭാവികമായൊരു റോഡ് ആക്സിഡന്റ് മാത്രമായാൽ മതി. തെറ്റ് ജാനകിയുടെ ഭാഗത്തായി വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ തന്നെയാണ് മാഡം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാഡത്തെ വിളിച്ചോളാം. ഇനി ഇങ്ങോട്ട് മാഡം വിളിക്കരുത്. ശരി, ഇത് പറഞ്ഞ അയാൾ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഉടനെ അപർണ മനസ്സിൽ പറയുകയാണ്, തന്തയും തള്ളയും ഇല്ലാത്തവർക്ക് അറിയില്ല കുടുംബത്തിൽ പിറന്നവരുടെ വേദന. നീ ഇനി വേണ്ട, എൻ്റെ അച്ഛനു വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ. ഈ സമയത്ത് ജാനകി കാർ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപർണ അന്നേരം മനസ്സിൽ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ജാനകി ഇപ്പോൾ അവരുടെ മുൻപിൽ ചെന്ന് പെട്ടുകാണും. ഇനി ഏത് നിമിഷവും ആ വാർത്ത കാതിലെത്തും. ഇത് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അപർണയുടെ ഫോണിൽ ബെല്ലടിക്കുകയാണ്. ഉടൻ തന്നെ അപർണ ഫോൺ എടുത്തിട്ട്, സംഭവിച്ചു കാണും, അച്ഛൻ്റെ കോളാണ്. ജാനകി മരിച്ച കാര്യം അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവും. തുടർന്ന് പരിഭ്രമത്തോടെ ഫോൺ എടുത്തിട്ട്, ഹലോ, അച്ഛൻ എന്താണ് വിളിച്ചത്? ഇത് തമ്പിയോട് ചോദിക്കുമ്പോൾ, മോളെ, വൈകിട്ട് ആ കേസിന്റെ കാര്യം അജയോടൊന്ന് സംസാരിക്കണം. നീ അവനോടൊന്ന് വീട്ടിലേക്ക് വരാൻ പറയണേ. ഇത് പറയാനാണോ അച്ഛൻ വിളിച്ചത്? ഇതല്ലേടി മോളെ എനിക്ക് വലിയ കാര്യം. അല്ല, ജാനകിയുടെയും അബിയുടെയും നീക്കങ്ങൾ വല്ലതും നീ മനസ്സിലാക്കിയോ? അവര് രാവിലെ കള്ളസാക്ഷികളെ പിടിക്കാൻ ഇറങ്ങിയോ? അച്ഛാ, ജാനകി ഇപ്പോൾ കാറും എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. സാക്ഷിയെ പിടിക്കാനാണോ ആ വഴിക്ക് ജീവൻ വെടിയാനാണോ എന്ന് ആർക്കറിയാം? ആഹാ, കൂടെ അബിയും പോയോടി? ഇല്ല, അബി പോയിട്ടില്ല. നീ ആ വീട്ടിലുണ്ടായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് അറിയാതെ പോകരുത്. ജാനകി ആരെ കാണാനാണ് പോയതെന്ന് മോള് മനസ്സിലാക്കണം. അച്ഛനൊന്ന് ഫോൺ വെച്ചേ. ടെൻഷനായി നിൽക്കുമ്പോഴാണ് ഉപദേശത്തിന് വരുന്നത്. ഇത് പറഞ്ഞിട്ട് അപർണ വേഗം ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ സമയത്ത് CI സേനൻ തമ്പിയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ തമ്പി? അത് ജാനകി കാറും എടുത്ത് പുറത്തേക്ക് പോയെന്നാണ് അപർണ ഇപ്പോൾ എന്നോട് പറഞ്ഞത്. പക്ഷേ അബി കൂടെ പോയിട്ടില്ല. തമ്പി, ഇതാണ് നല്ല അവസരം. രണ്ടിനെയും കൂടെ ഒരുമിച്ച് കിട്ടണമെന്ന് കാത്തിരുന്നാൽ നടക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് വേണ്ടത് ജാനകിയെ തീർത്ത് കളയുക എന്നുള്ളതാണ്. എടോ, ആലോചിച്ച് നിൽക്കാതെ താൻ വണ്ടിയിൽ കയറി എത്രയും പെട്ടെന്ന് കടത്തിക്കൊണ്ടുവന്ന വണ്ടിയുടെ അടുത്തെത്തണം. തുടർന്ന് കാണുന്ന കാഴ്ച, അപർണ ഏർപ്പാടാക്കിയ ഗുണ്ട അദ്ദേഹത്തിന്റെ കൂടെ 2 പേരെയും വിളിച്ച് ജാനകി വരുന്ന വഴിയിൽ തന്നെ കാത്തങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ജാനകി അവിടേക്ക് വരുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് അയാൾ കൂടെയുള്ളവരോട് പറയുന്നുണ്ട്, ഡാ വരുന്നുണ്ട്, വണ്ടി എടുക്കണം, വണ്ടി എടുക്ക്. ഇത് പറഞ്ഞ് മൂവരും കൂടി 2 ബൈക്കുകളിലേക്ക് കയറുകയാണ്.
ഈ സമയത്ത് മറ്റൊരു കാറ് അവരുടെ മുൻപിലേക്ക് വന്ന് ചവിട്ടി നിർത്തുന്നു. പെട്ടെന്ന് അയാൾ ഓടിച്ചെന്നിട്ട് പറയുകയാണ്, ഡാ വണ്ടി എടുത്ത് മാറ്റടാ. ചേട്ടാ എനിക്ക് ആ വഴിക്കാണ് പോകേണ്ടത്. എടാ നിന്നോടാ പറഞ്ഞ വണ്ടി എടുത്ത് മാറ്റാൻ. ഇത് പറഞ്ഞിട്ട് അയാളെ വിരട്ടി ഓടിക്കുവാൻ ശ്രമിക്കുമ്പോഴേക്കും ജാനകി ആ വഴി പാസ് ചെയ്തു പോവുകയാണ്. ഉടനെ അയാൾ പറയുന്നുണ്ട്, അയ്യോ വണ്ടി പോയി, എടാ വണ്ടി പോയി, നാശം. ഇത് പറഞ്ഞുകൊണ്ട് ആ വന്ന കാറിന്റെ ബോണറ്റിൽ തന്നെ ആഞ്ഞടിച്ചുകൊണ്ട് അയാൾ അവിടെ നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് വീണ്ടും അപർണയാണ്. അപർണ മനസ്സിൽ പറയുകയാണ്, ഇത്രയായിട്ടും അവൻ വിളിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ അവരുടെ കണ്ണിൽ പെടാതെ അവൾ മറ്റു വഴിക്ക് ടൗണിലേക്ക് പോയോ? അല്ല, ആ വഴിക്ക് കൂടി അല്ലാതെ ജാനകിക്ക് മറ്റൊരു വഴിയിൽ കൂടിയും ടൗണിലെത്താൻ പറ്റില്ലല്ലോ. സംഭവം കഴിഞ്ഞിട്ട് അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയതായിരിക്കും. അങ്ങോട്ട് വിളിക്കരുതെന്നല്ലേ അവൻ പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത് അപർണയുടെ അടുത്തായിട്ട് വന്നിട്ട് പൊന്നു സെറ്റിയിൽ കയറി ഇരുന്നു കൊണ്ട് ചെറിയമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേഷ്യത്തോടെ പൊന്നുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അപർണ ചോദിക്കുന്നുണ്ട്, എന്താടി നീ എന്തിനാണ് ചെറിയമ്മയെ വിളിക്കുന്നത്? അപ്പോൾ പൊന്നു, ചുമ്മാ. അല്ല ചെറിയമ്മ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ചുമ്മാ. ഞാനിവിടെ എന്തിനാ നിൽക്കുന്നതെന്ന് നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? പൊന്നുവിനെ കാണുമ്പോൾ ചെറിയമ്മയ്ക്ക് എപ്പോഴും ദേഷ്യമാണ്. പിന്നെന്തിനാ നീ എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നത്? എപ്പോൾ എന്നെ കണ്ടാലും ഒരുതരം ചിരിയുമായിട്ട് കൂടിക്കോളും. അതെന്തിനാണെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അത് കേട്ടുകൊണ്ട് പൊന്നു വീണ്ടും ചിരിക്കുകയാണ്. അപ്പോൾ പൊന്നു പറയുകയാണ്, അത് പൊന്നുവിന് ചെറിയമ്മയെ അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ. ഓ, നീ എന്നെ ഇഷ്ടപ്പെടണ്ട. നിന്റെ ഇഷ്ടം നിരഞ്ജനയോട് മതി. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പൊന്നുവിനെ നിരഞ്ജന ചെറിയമ്മയും അപർണ ചെറിയമ്മയെയും ഇഷ്ടമാണ്. നിനക്ക് എപ്പോഴും ഇത് മാത്രമേ പറയാനുള്ളൂ. ദേ ഇനി ഇവിടെ നിന്നുകൊണ്ട് ചെണുങ്ങിയാൽ ഒരു നുള്ളു വെച്ച് തരും ഞാൻ. എഴുന്നേറ്റ് പൊയ്ക്ക് എൻ്റെ മുൻപിൽ നിന്ന്. ഇത് കേട്ടുകൊണ്ട് വീണ്ടും പൊന്നു അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് വല്ലാത്ത കോപത്തോടെ, കടന്നു പോകുന്നുണ്ടോ നീ എന്ന് പറയുമ്പോൾ പൊന്നുവിൻ്റെ മുഖം മെല്ലെ ഒന്ന് വാടുന്നുണ്ട്. എന്നിട്ട് പൊന്നു അവിടുന്ന് എഴുന്നേറ്റ് നടന്നു പോവുകയാണ്. കുറച്ച് ദിവസമായി കള്ളച്ചിരിയുമായിട്ട് അവൾ അടുത്ത് കൂടിയിരിക്കുന്നു. തുടർന്ന് ഇനി വെയിറ്റ് ചെയ്താൽ ശരിയാവില്ല, അവനെ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് അപർണ ആ കൊട്ടേഷൻകാരനെ വിളിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മറുതലയ്ക്കൽ നിന്ന് കേൾക്കുന്നത് ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ള ശബ്ദമാണ്. അത് കേട്ടിട്ട് പണി കഴിഞ്ഞെങ്കിൽ അവനൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ. ഇത് പറഞ്ഞുകൊണ്ട് അപർണ കോപത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണുന്ന കാഴ്ച, ജാനകി ഒരു ഷോപ്പിൽ കയറി എന്തൊക്കെയോ സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഇറങ്ങി വരികയാണ്. തുടർന്ന് കാർ എടുത്ത് താൻ ഓടിച്ചു പോകുന്നു. ഈ സമയത്ത് ജാനകിയെ കൊലപ്പെടുത്തുവാൻ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ആ വണ്ടി അത് ജാനകിയെ ഫോളോ ചെയ്യുകയാണ്. അടുത്തതായി കാണുന്നത് പൊന്നുവിനെ തന്നെയാണ്. പൊന്നു ഭക്ഷണമേശയിൽ വന്നിരിക്കുന്നു. ഈ സമയത്ത് പൊന്നുവിന്റെ മുമ്പിൽ ഭക്ഷണവും കൊണ്ടുവച്ചിരിക്കുകയാണ്. പക്ഷേ വളരെ സങ്കടത്തോടെ പൊന്നു മിണ്ടാതിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് മഞ്ജു ചോദിക്കുന്നുണ്ട്, ആഹാ പൊന്നു ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? എന്താ പൊന്നു കഴിക്കാത്തെ? അമ്മ കൂടെ കൊണ്ടുപോകാത്തത് കൊണ്ടാണോ? പൊന്നുവിന് അമ്മയെ കാണാൻ തോന്നുന്നുണ്ട് ആൻറ്റി. ഇത് നല്ല കഥയായിപ്പോയി. അമ്മ ഇപ്പോഴല്ലേ അങ്ങോട്ട് പോയത്? പൊന്നുവിന് ഉമ്മയും തന്നിട്ടാ പോയത്. അമ്മ ഇപ്പൊ വരാമെന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാണ് സങ്കടപ്പെടുന്നത്? എനിക്കെൻ്റെ അമ്മയെ കാണണം. ഇത് പൊന്നു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപർണയും അവിടേക്ക് വരുന്നുണ്ട്. ഉടനെ വീണ്ടും മഞ്ജു, അമ്മയുടെ ഇല്ലാതിരുന്നപ്പോൾ പൊന്നു അച്ഛൻ്റെ കൂടെയല്ലേ നിന്നത്? അന്നേരം ഈ സങ്കടം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മോൾ എന്തായാലും കഴിക്ക്, കുറച്ചു മുമ്പല്ലേ വിശക്കുന്ന കാര്യം പറഞ്ഞത്. ഇതൊക്കെ കണ്ടിട്ട് അപർണ ചോദിക്കുകയാണ്, എന്തിനാണ് ഇവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഇവളെ കൂട്ടാതെ ഇവിടുന്ന് ആരെങ്കിലും പോയോ? ജാനകി പോയി. ജാനകി പോയി. അത് തന്നെയാണ് മോൾക്ക് ഈ സങ്കടം വരാൻ കാരണം. അമ്മ പോയെന്ന് വിചാരിച്ച് മോൾക്ക് കൂടെ പോകാൻ പറ്റുമോ? വരാനും പോകാനും ഒക്കെ ഓരോ സമയമുണ്ട് പൊന്നു. പൊന്നു ഇപ്പോ ചെറിയ കുട്ടിയല്ലേ, അതാ ഇതൊന്നും അറിയാത്തത്. അപർണയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് മഞ്ജു പറയുകയാണ്, മുൻപൊന്നും ജാനകി പോയാൽ ഇവൾക്ക് ഇത്രയും സങ്കടമുണ്ടാകാത്തതാണ്. പക്ഷേ ഇപ്പോഴെന്തു പറ്റിയെന്നാണ് മനസ്സിലാകാത്തത്. അപ്പോൾ ദയനീയമായി അപർണ വീണ്ടും പറയുകയാണ്, നമുക്കറിയില്ലെങ്കിലും ഇവൾക്കത് മനസ്സിലാവാതിരിക്കുമോ? ഇത് കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ പൊന്നു അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. മഞ്ജു പിന്നാലെ വിളിക്കുമ്പോൾ അപർണ പറയുന്നുണ്ട്, മഞ്ജു ചേച്ചി അവളെ നിർബന്ധിക്കണ്ട. നിർബന്ധിച്ചാലൊന്നും അവൾക്ക് കഴിക്കാൻ പറ്റില്ല. അവളുടെ മനസ്സിൽ എന്തോ സങ്കടം വീണിട്ടുണ്ട്. അപ്പോൾ മഞ്ജു, ബാങ്കിലേക്കെന്ന് പറഞ്ഞാണ് ജാനകി പോയത്. അഭിസാർ ബാങ്കിൽ ചെന്ന് വിളിച്ചോളുമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പൊന്നുവിനെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പം മഞ്ജു ചേച്ചിക്ക് അവളെ നോക്കുന്ന ജോലിയും കൂടെ ആയല്ലോ. അവളെ നോക്കാനും ഒരാൾ വേണമല്ലോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കാം. ജാനകി പോകുന്നതിന് മുമ്പ് വിശക്കുന്നെന്ന് പറഞ്ഞ് ബഹളം കൂട്ടിയ കുട്ടിയാണ്. ഇത്രയും പറഞ്ഞിട്ട് മഞ്ജു പൊന്നുവിനെ അന്വേഷിച്ച് വീണ്ടും പോവുകയാണ്. തുടർന്ന് കാണുന്ന കാഴ്ച, ജാനകി ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. തൊട്ടു പിന്നാലെ ജാനകിയെ തീർക്കുവാനുള്ള വണ്ടിയും. ആ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശ്വനാഥൻ തമ്പി തന്നെയാണ്. തൊട്ടരികിൽ CI സേനനുമുണ്ട്. ജാനകിയുടെ കാറിനോട് ഏകദേശം അടുത്തെത്തിയപ്പോൾ തമ്പി ചോദിക്കുകയാണ്, തീർത്ത് കളഞ്ഞേക്കാം അല്ലേ സേന? തീർത്തേക്ക്, അവളിനി വേണ്ട തമ്പി. എൻ്റെ പുക കാണാൻ ജന്മം കൊണ്ട സന്തതിയാണ് സേന. ഞാൻ അവളുടെ ജീവൻ അങ്ങ് എടുക്കാൻ പോവാടാ.
ഇത് പറഞ്ഞ് വണ്ടി ചവിട്ടി വിട്ട് ജാനകിയുടെ വണ്ടിയുടെ പിൻപിലിടിച്ചിട്ട് വിശ്വനാഥൻ തമ്പി വിട്ടുപോവുകയാണ്. ജാനകിയുടെ വണ്ടി നിയന്ത്രണം തെറ്റി മറ്റൊരിടത്തേക്ക് പോവുകയും ഇടിയുടെ ആഘാതത്തിൽ ഡോറ് തുറന്ന് വണ്ടിയിൽ നിന്നും ജാനകി പുറത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. തുടർന്ന് വീണ്ടും അളകാപുരിയിലെ കാഴ്ചകൾ തന്നെയാണ് കാണിക്കുന്നത്. പൊന്നു എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് അബി മെല്ലെ ചെല്ലുന്നുണ്ട്. അബിയെ കണ്ടിട്ട് പൊന്നു ചോദിക്കുകയാണ്, അച്ഛൻ എവിടെ പോവാ? അച്ഛനെ ഒരു ഓഫീസിൽ വരെ പോവാ. അമ്മ പൊന്നുവിനെ കൂട്ടാതെയാണ് അച്ഛാ പോയത്. ആ, അച്ഛൻ അമ്മയെ കൂട്ടി വരാം. പൊന്നുവിനെ മറ്റൊരു ദിവസം കൊണ്ടുപോകാം അവിടേക്ക്. ആ ദേ, അച്ഛന് പോകാൻ സമയമായി. ഇത് പറയുകയും പെട്ടെന്ന് അബിയുടെ ഫോൺ റിങ് ചെയ്യുകയാണ്. അബി ഫോൺ അറ്റൻഡ് ചെയ്യുവാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അപർണ പിൻപിൽ വന്ന് വാതിലിന്റെ പിൻപിൽ മറഞ്ഞു നിൽക്കുകയാണ്. എന്താണ് താൻ പറയുന്നതെന്ന് കേൾക്കുവാൻ വേണ്ടി. അമലായിരുന്നു തന്നെ വിളിച്ചത്. ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് അബി പറയുന്നുണ്ട്, അതെ, അരമണിക്കൂറിനുള്ളിൽ ഞാൻ സിയുടെ ഓഫീസിലെത്തും. അപ്പോൾ അമല് ഒരു പതറിയ ശബ്ദത്തോടു കൂടി, അബിയേട്ടാ. എന്താടാ അമലേ? ഏട്ടാ, ജാനകിയെടുത്തി പോയപ്പോൾ ആക്സിഡൻ്റായി. ഇത് കേൾക്കുകയും അബി ഷോക്കടിച്ചതുപോലെ നിന്നുപോയി. തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ പൊന്നുവിനോട് പോലും ഒന്നും മിണ്ടാതെ അബി ആ മുറിയിൽ നിന്ന് വേഗം ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. പൊന്നുവും അമ്പരപ്പോടെ എഴുന്നേറ്റ് അച്ഛനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അപർണ മെല്ലെ പൊന്നുവിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പൊന്നു ചെറിയമ്മയോട് ചോദിക്കുന്നുണ്ട്, അച്ഛനെന്തിനാ ചെറിയമ്മേ ഓടിപ്പോയത്? അത് നിന്റെ അച്ഛനല്ലേ അറിയൂ. അടുത്തതായി കാണുന്ന കാഴ്ച അമൽ വേഗത്തിൽ തൻ്റെ കാർ ഓടിച്ചു പോകുന്നതാണ്. ഈ സമയത്ത് അമലിൻ്റെ ഫോണിലേക്ക് അപർണയുടെ കോള് വരുന്നുണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് അമൽ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, എടി നിനക്കിനി എന്താടി അറിയേണ്ടത്? ആ, നിന്റെ അബിയേട്ടൻ ഒരു കോള് വന്നത് കേട്ട് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഓടുന്നത് കണ്ടു. അതെന്തിനാണെന്ന് അറിയാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. അതെന്തിനാണെന്ന് നിനക്കറിയില്ലേ? അറിയില്ലേടി? നീ എന്തിനാടാ എന്നോട് തട്ടിക്കയറുന്നത്? അതെന്തിനാണെന്ന് അറിയാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഹാ, നിന്റെ അഭിനയമൊക്കെ നന്നായിരിക്കുന്നടി. ജാനകിയെടുത്തിയെ കൊന്നു കൊല വിളിക്കുവാൻ കൊട്ടേഷൻ കൊടുത്തിട്ട് അത് നീയാണെന്ന് അറിയാതിരിക്കാനല്ലേ നിന്റെ ഈ ആക്ടിങ്ങുകളൊക്കെ. ഞാൻ എന്താണ് മണ്ടനാണെന്ന് വിചാരിച്ചോ തമ്പിയുടെ മോളെ? ഹാ, നീ അയച്ചവൻ ഏൽപ്പിച്ച പണിയെല്ലാം തീർത്തിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എല്ലാം തീർന്നുവെന്ന് നീ കരുതണ്ടടി. നീ കാത്തിരുന്നോ, വരാനുള്ളത് നിനക്കുള്ള കാലനാണ്. ഉടനെ അപർണ, നീ എന്തൊക്കെയാടാ ഈ വിളിച്ചു പറയുന്നത്? ഞാൻ ജാനകിക്ക് കൊട്ടേഷൻ കൊടുത്തെന്നോ? അമലെ, ദേ, അനാവശ്യമൊന്നും വിളിച്ചു പറയരുത് കേട്ടോ. ഉടനെ വെക്കടി ഫോൺ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അമൽ വീണ്ടും കാർ ഓടിച്ചു പോവുകയാണ്. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ചിരിയോടുകൂടി അപർണ മനസ്സിൽ പറയുകയാണ്, എന്തിനാടി ജാനകി നീ അപർണയോട് മുട്ടാൻ വന്നത്? തീർന്നില്ലേ നിന്റെ ജീവിതം? ആ, നിന്നെപ്പോലൊരുത്തിക്ക് ഇത്രയും കാലം ജീവിച്ചിരിക്കാൻ പറ്റിയത് തന്നെ നിനക്ക് കിട്ടിയ ബോണസാണ്. ഇത് മനസ്സിൽ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അപർണ കൊട്ടേഷൻ ഏൽപ്പിച്ചയാൾ അപർണയെ ഫോണിൽ വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഉടൻ തന്നെ അപർണ പറയുകയാണ്, നിങ്ങൾ വിളിക്കാതിരുന്നപ്പോൾ എന്തു പറ്റിയെന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. എന്തായാലും നിങ്ങൾ പണി പറ്റിച്ചു, സമ്മതിച്ചിരിക്കുന്നു. ഉടനെ അയാൾ പറയുകയാണ്, സോറി മാഡം, എനിക്കതിന് കഴിഞ്ഞില്ല. അവള് രക്ഷപ്പെട്ടു പോയി. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങളത് ചെയ്തില്ലേ? മാഡം, അവളുടെ കാറിൻ്റെ പിന്നാലെ എൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ പ്ലാൻ ചെയ്ത സ്ഥലത്ത് എത്തുന്നതിന് മുൻപ് അവൾ എങ്ങനെയോ മിസ്സായിപ്പോയി. അപ്പോൾ നിങ്ങൾ അവളെ ഒന്നും ചെയ്തില്ലേ? മാഡം, ആ കാർ കൈവിട്ടുപോയി. മാഡം ടെൻഷൻ ആവണ്ട, ഒരവസരം കൂടി എനിക്ക് തന്നാൽ മതി. അവള് തിരിച്ചു വരുന്ന സമയം അത് മാഡം എന്നോടൊന്ന് പറഞ്ഞാൽ മതി. അല്പം ആയുസ് കൂടി അവൾക്കുണ്ടായിരുന്നു എന്ന് കരുതിക്കൂ. എല്ലാറ്റിനും ഒരു സമയം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് അത് ചെയ്തില്ലെങ്കിൽ അത് മറ്റൊരാൾ കൊണ്ടുപോകും. ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട, അവൾ അവളുടെ വഴിക്ക് പോകട്ടെ. ഇത്രയും പറഞ്ഞിട്ട് അപർണ ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, അവരല്ല അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ ആരാണ്? ഞാൻ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ജാനകിയുടെ ജീവൻ എടുക്കുവാൻ മറ്റൊരാൾ പദ്ധതിയിട്ടു. ഞാനതിൽ തോറ്റു, മറ്റേ കക്ഷി വിജയിച്ചു. പക്ഷെ അത് ചെയ്തത് അച്ഛനാവാൻ വഴിയില്ല. ജാനകിയെയും അബിയെയും പറ്റി ചോദിച്ചത് ഇങ്ങനൊരു ലക്ഷ്യം വെച്ചല്ല. പിന്നെ ആരായിരിക്കും അത്? ഈ ചിന്തകളുമായി അപർണയാകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് ജാനകി ഹോസ്പിറ്റലിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന കാഴ്ചയാണ്. അബി ഒരു ഭ്രാന്തനെ പോലെ അവിടേക്ക് ഓടിയെത്തുന്നു. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. അടുത്തതായി നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയാണ് കാണുന്നത്. അബി ഡോക്ടറോട് പറയുകയാണ്, ഡോക്ടർ, എൻ്റെ ജാനകിയെ എനിക്ക് ജീവനോടെ വേണം ഡോക്ടർ. അപ്പോൾ ഡോക്ടർ, പേഷ്യൻറ്റിൻ്റെ ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത നിലയിലാണ്. വളരെ അപകടം പിടിച്ച സർജറിയാണ്. ഡോക്ടറുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് വല്ലാത്തൊരു നടുക്കത്തോടെ അമലിൻ്റെ മുഖത്തേക്ക് അബി അങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അടുത്തതായി കാണുന്നത് വിശ്വനാഥൻ തമ്പിയുടെ ഫോൺ സംഭാഷണമാണ്. അയാൾ പറയുകയാണ്, ഇനി നിങ്ങൾക്ക് എന്തു വന്നാലും തമ്പി തരാം. എടാ മോനെ, എനിക്ക് ജീവിക്കണ്ടടാ. അടുത്തത് കാണുന്നത്
നിർത്തട എന്ന് പറഞ്ഞുകൊണ്ട് അഭി ഫോണിൽ കൂടി അലറുന്ന കാഴ്ചയാണ്. ഇത് നിന്റെ സർവനാശത്തിനാടാ തമ്പി. അടുത്തതായി അഭി പറയുകയാണ്, ജാനകി ഇല്ലെങ്കിൽ തമ്പിയും വേണ്ട. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാക്കപ്പെടുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി തിങ്കളാഴ്ച വീണ്ടും കാണാം. അതുവരേക്കും ബൈ.